സെൽഫി അല്പവും അദ്ദേഹത്തിന്റെ FB പോസ്റ്റിലുണ്ട്. അദ്ദേഹത്തിന്റെ FB പേജ് സെൽഫി, അതായത് പുറകിൽ MP രാജേഷ് ഇരുന്ന് കൗണ്ട് ചെയ്യുന്നു, ഞാൻ തിരിച്ചു വന്നു എന്ന ക്യാപ്ഷനോട് കൂടി ഗംഭീര പോസ്റ്റാണ്. VT ബൽറാം ജയിച്ചിരിക്കുന്നു. 8385 വോട്ടുകൾക്ക് VT ബൽറാം തൃത്താല തിരിച്ചു പിടിച്ചിരിക്കുന്നു. യെസ്, എന്തായാലും മിന്നുന്ന ജയം. അതാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതാ ഈ കോൺഗ്രസിന്റെ യുവ നേതാക്കളിലേക്ക് മറ്റൊരു തീപ്പൊരി നേതാവ് കൂടി, VT ബൽറാമിനെ പോലെ ഒരു നേതാവ് കൂടി എത്തുന്നു ഇത്തവണ എന്നതാണ്. അല്ല, VT ബൽറാമിന്റെ കൊച്ചു പയ്യനെയാണ് നേരിട്ടതും. സച്ചിൻ ബേബി, ഞങ്ങളുടെ സച്ചിൻ ദേവായിരുന്നു ഞങ്ങളുടെ ബേബി എന്നായിരുന്നു ഒരു ഘട്ടത്തിൽ LDF പറഞ്ഞുകൊണ്ടിരുന്നത്. അവിടെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, സൂരജിനെ പോലെയുള്ള യുവാക്കൾ അടക്കമാണ് വിജയിച്ചു വന്നത്. സൂരജിന്റെ ആ പ്രതികരണത്തിൽ മുഖ്യമന്ത്രിയാകുമെന്നുള്ള ചോദ്യത്തിന് മറുപടി നൽകുകയാണ് KC വേണുഗോപാൽ. കേട്ടില്ല, KC വേണുഗോപാൽ ഇപ്പോൾ മുഖ്യമന്ത്രിയാകുമോ എന്ന ചോദ്യത്തിന് ഉത്തരം നൽകുന്നു. വഹിച്ച എല്ലാ സ്ഥാനങ്ങളും പാർട്ടി ആവശ്യപ്പെട്ട് നൽകിയത്. ഈ പാർട്ടിക്ക് ഒരു ചട്ടക്കൂടുണ്ട്, ഈ പാർട്ടിക്ക് ഒരു നിലപാടുണ്ട്. പാർട്ടി എടുക്കുന്ന എന്ത് നിലപാടായാലും ജീവൻ പോയാലും അതിനോടൊപ്പം നിൽക്കാനാണ് എനിക്ക് താല്പര്യം. ദാറ്റ്സ് ഓൾ. ഈ തെരഞ്ഞെടുപ്പിലേക്ക് വലിയ സന്തോഷം നൽകുന്ന മറ്റൊരു വിജയം കൂടി ഉണ്ട്. അത് നിങ്ങളോട് അതെൻ്റെ വ്യക്തിപരമായൊരു വിജയമായിട്ട് ഞാൻ എടുക്കുകയാണ്. ഈ കഴിഞ്ഞ 5 വർഷക്കാലങ്ങളിൽ എന്നെ ഏറ്റവും കൂടുതൽ എന്നെ മാത്രമായില്ല, എല്ലാം വേദനിപ്പിച്ച സംഭവമാണ് ഒന്ന് പഴയങ്ങാടിയിലും ആലപ്പുഴയിലും നടന്ന സംഭവം. ഇദ്ദേഹത്തിൻ്റെ യാത്ര ചെടിച്ചട്ടി കൊണ്ട് തലയിടിച്ച് യൂത്ത് കോൺഗ്രസ്സുകാരനെ പൊട്ടിക്കുക, ഹെൽമറ്റ് കൊണ്ട്. എന്നിട്ടോ അതിന് പേരെന്താണ്? അതിനെ ഒന്ന് അപലപിക്കുന്നതിന് പകരം അത് രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ചെയ്തതാണ്. ഞാൻ അഭിമാനപൂർവ്വം പറയുന്നു, ആലപ്പുഴയിലെ തോമസ്, AD തോമസ്, ആ SD കോളേജിൻ്റെ മുന്നിൽ 2 തോമസും അജോയ് കുര്യാക്കോസും, ഈ 2 പേരുമാണ് ആകെ ഉണ്ടായിരുന്നത്. ഒരു മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹം ചീറിപ്പാഞ്ഞു പോവാണ്. എത്ര വാഹനമുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഒരു കൊടി കാണിച്ച് അവിടെ നിന്ന് പോവുകയുണ്ടായിരുന്നു. അവിടെ വണ്ടി നിർത്തി ആരാണ്? ഗൺമാൻ. അദ്ദേഹത്തിന് സ്വന്തം ഗൺമാൻ ഇരുന്ന് അടിച്ച് വീഴ്ത്തുകയായിരുന്നു. ഞാൻ അന്ന് ആലപ്പുഴയിലെ തോമസിന്റെ കൺവെൻഷനിൽ പ്രസംഗിച്ചത് ആലപ്പുഴയിലെ മാധ്യമങ്ങൾക്ക് അറിയാം. ഇത് തോമസിനെ ഞങ്ങൾ സ്ഥാനാർത്ഥിയാക്കാൻ തീരുമാനിക്കുന്നത് വ്യക്തമായിട്ടുള്ള, ഇത് ഞങ്ങളുടെ മനസ്സിലുള്ള ഏറ്റവും സങ്കടകരമായൊരവസ്ഥയ്ക്ക് ജനത്തിനോട് പ്രതികാരം ചെയ്യാൻ ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ്. ആലപ്പുഴ കഴിഞ്ഞ പ്രാവശ്യം എത്ര വോട്ടിനാണ് ജയിച്ചത്? ഇപ്രാവശ്യം 20,000-ഓളം വോട്ട് ഇപ്പോൾ കഴിഞ്ഞു. പോസ്റ്റൽ വോട്ടും കൂടെ എണ്ണാനുണ്ട്. മാരാരിക്കുളത്ത് CPM-ന്റെ ഏറ്റവും ശക്തമായ കോട്ടയിലാണ് തോമസിന്റെ ഏറ്റവും ഉജ്ജ്വലമായിട്ട് മുന്നേറ്റം ഉണ്ടായത്. അത് കൃത്യമായ സന്ദേശം. കേരളത്തിലെ ജനങ്ങൾ ഇത് സഹിക്കില്ല. അവിടുത്തെ നമ്മുടെ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് പ്രവീണിനെ ഇതുപോലെ അടിച്ചു തീർത്തതാണ്. അപ്പോൾ കേരള സമരങ്ങളോട് ഒരു CPM ഗവൺമെൻറ് കാണിച്ച അസഹിഷ്ണുതയുടെ ഏറ്റവും വലിയ പര്യായമായിരുന്നു. അതിൻ്റെ ഇരയായിരുന്നു തോമസ്. ആ തോമസ് ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്നതോടെ ഈ അസഹിഷ്ണുതയുടെ, ഈ അഹങ്കാര രാഷ്ട്രീയത്തിലുള്ള ഏറ്റവും വലിയ മറുപടിയായിട്ടാണ് അതിനെ കാണുന്നത്. ഈ ഉപദ്രവിച്ച പോലീസുകാരെ കൃത്യമായി അറിയുമ്പോൾ പേരെടുത്ത് തന്നെ പറയുന്നുമുണ്ട്. ഈ പോലീസുകാർ പിന്നീട് സാധാരണഗതിയിൽ UDF സർക്കാർ വരുമ്പോൾ ഇവരെയൊക്കെ സേഫ് പൊസിഷനിൽ നിർത്താറാണ് പതിവ്. ഇത്തവണയും അത്തരം ഒരു രീതി UDF പ്രവർത്തകർ കാണിക്കും. അതല്ല, നമ്മൾ UDF-നെ സംബന്ധിച്ചിടത്തോളം ആരോടും പ്രത്യേകമായിട്ട് പ്രതികാരം കാണിക്കാനുള്ള ഒരു അവസരമായിട്ടല്ല സർക്കാരിനെ കാണുക. പക്ഷേ കുറ്റം ചെയ്യപ്പെട്ടവർ രക്ഷപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ എവിടെയെങ്കിലും, അത് ഇവിടെ മാത്രമല്ല ഏത് കാര്യത്തിനും രക്ഷപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അത് അനുവദിക്കാൻ പാടില്ല എന്നുള്ള കാര്യത്തിൽ കർശനമായ നിലപാടുണ്ടാവും. കുറ്റം ചെയ്തവർ രക്ഷപ്പെടാൻ പാടില്ല എന്നുള്ള കാര്യം, അല്ലാണ്ട് അനാവശ്യമായിട്ട് ആരോടെങ്കിലും പ്രതികാരം ചെയ്യുന്ന നടപടിയൊന്നും ഉണ്ടാവില്ല. Now left is out of the power. Do you think that BJP might be getting space? രാജീവ് ചന്ദ്രശേഖർ NDA സ്ഥാനാർത്ഥി ഭൂരിപക്ഷം 4294 ഉയർത്തി.
നേമത്ത് 4294 രാജീവ് ചന്ദ്രശേഖരന്റെ ഭൂരിപക്ഷം വർദ്ധിച്ചു. കെ.സി. വേണുഗോപാൽ പറഞ്ഞതിലേക്ക് എ ഡി തോമസ് ആണ് ഇത്തവണ. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു, അതായത് ധർമ്മടത്ത് അബ്ദുൾ റഷീദ് എന്ന സ്ഥാനാർത്ഥി 6 റൗണ്ട് വോട്ടെണ്ണുമ്പോഴും പിണറായി വിജയനെ വിറപ്പിച്ചിരുന്നുവെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഒരു പക്ഷേ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന ആലപ്പുഴയിൽ എ ഡി തോമസ് ഒരു യുവ നേതാവ് എന്ന നിലയിലൊന്നും കേരളത്തിൽ അത്ര പരിചയമില്ല. സാക്ഷിയുള്ളവർക്കാർക്കും കാഴ്ച കാണാനാവില്ലായിരുന്നു. അതാണ് സാക്ഷിയുള്ളവർക്കാർക്കും ഒരു ചെറുപ്പക്കാരനെ പട്ടിയെ തല്ലുന്നത് പോലെ മുഖ്യമന്ത്രിയുടെ മുന്നിലിട്ട് മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹം കടന്നുപോയപ്പോ ഇയാൾ ആരാ രാജാവോ എന്ന് ജനം ചോദിച്ച പല ചോദ്യങ്ങളുമുണ്ട്. ഇയാൾ ആരാ രാജാവോ എന്നാണ് ചോദിച്ചത്. അങ്ങനെ കേരളീയ മനസാക്ഷിയുടെ നടുക്കൂടെ ഇങ്ങനെ കാർ ഓടിച്ച് കറുത്ത കാറും പരിവാരങ്ങളുമായി പോയ മുഖ്യമന്ത്രിക്ക് ജനം നൽകിയ മറുപടിയാണിത്. പക്ഷേ അത് രക്ഷാപ്രവർത്തനമായിരുന്നു എന്ന് രഞ്ജിത്തിന് മനസ്സിലായില്ല. അതായത് അത് മുഖ്യമന്ത്രി പറഞ്ഞത് രക്ഷാപ്രവർത്തനമായിരുന്നു എന്നാണ്. ആ രക്ഷാപ്രവർത്തനം എന്തായാലും ആലപ്പുഴയിലെ ജനങ്ങൾ നടത്തിയിട്ടുണ്ട്. അങ്ങനെ ആലപ്പുഴയിലെ ആലപ്പുഴയിലെ വോട്ടർമാർ കൃത്യമായ രക്ഷാപ്രവർത്തനം നടത്തി. അങ്ങനെ പരിക്കേറ്റ അവിടുത്തെ എ ഡി തോമസിനെ അവർ രക്ഷിച്ചു. അതാണ് ഇപ്പൊ കാണുന്നത്. ആ വിജയമാണ് നമ്മൾ ഉദ്യോഗസ്ഥന്നൊക്കെ പറയുന്നത് സർക്കാർ സർവീസിലുള്ള ആളുകളാണെന്നേ, അവരൊക്കെ ഇനി സർവീസിൽ തുടരുന്നവരാണെന്നേ. എ ഡി തോമസ് വന്ന് ഇറങ്ങിയാൽ സല്യൂട്ട് ചെയ്യേണ്ടി വരും. എ ഡി തോമസ് നിയമസഭയിൽ പല സ്പീക്കറൊക്കെ ആക്കി കഴിഞ്ഞാൽ അവസ്ഥയിലേക്ക് പിണറായി വിജയനൊക്കെ സാറേന്ന് വിളിക്കേണ്ടി വരും. എന്ത് സംഭവിക്കാം? കെ.സി. വേണുഗോപാലിന്റെ സന്ദേശം അതാണ്. എന്ത് സംഭവിക്കാന്നാണ്. ഞങ്ങൾ നടത്തിയെടുക്കും. ശരി, ഒരുപക്ഷെ കാഴ്ചകളും ഇനിയും നമ്മൾ സഭയിൽ കണ്ടേക്കാം എന്നതാണ് രഞ്ജിത്ത് പറഞ്ഞു വെക്കുന്നത്. എ ഡി തോമസിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു മധുര പ്രതികാരമാണ് എന്നതിൽ ഒരു തർക്കവുമില്ല. അതായത് ആലപ്പുഴയിൽ വെച്ചായിരുന്നു എ ഡി തോമസിന് ഇത്തരത്തിൽ അതിക്രൂരമായ മർദ്ദനമേറ്റത്. ആ മർദ്ദനത്തിൽ രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങൾക്കപ്പുറം എന്ത് തന്നെയാണെങ്കിലും മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ വിമർശനം നേരിട്ടതാണ്. ആ ദൃശ്യങ്ങൾ ഒരുപക്ഷെ നമ്മുടെ ലൈബ്രറിയിൽ ഉണ്ടാകും. അതായത് അവിടുത്തെ പ്രാദേശിക പോലീസ് സംവിധാനം കൃത്യമായി സുരക്ഷ ഒരുക്കുകയും അതായത് എ ഡി തോമസിനെ അവിടെ നിന്ന് മാറ്റുകയും ചെയ്യുന്നുണ്ട്. അവിടെയാണ് മുഖ്യമന്ത്രിയുടെ സുരക്ഷാ വാഹനത്തിൽ നിന്ന് സെക്യൂരിറ്റി ഉദ്യോഗസ്ഥർ പുറത്തിറങ്ങി കൃത്യമായി ചെന്ന് ബോധപൂർവമായി തലക്കടിക്കുന്ന രംഗങ്ങൾ ഉണ്ടായിരുന്നു. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.